ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജൂൺ 5-ാം തീയതിയുള്ള ഫസ്റ്റ് ഷിഫ്റ്റിലെ മാത്സിലെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ കുറേ പേര് പറഞ്ഞു അടുത്തൊരു ഷിഫ്റ്റും കൂടെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റിലെ മാത്സിലെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കി പോവുക. ഇതേ പാറ്റേണിലാണ് നമുക്ക് ഇപ്പോൾ നടക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി നോക്കിയിട്ട് പോവുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ കർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ. അപ്പോൾ റൈറ്റ് സർക്കുലർ കോണിന്റെ സർഫസ് ഏരിയ തന്നിട്ടുണ്ട്, കർവ്ഡ് സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ, ഡയമീറ്റർ ഓഫ് ദ ബേസ്, ഡയമീറ്റർ തന്നു, ഹൈറ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്, ഹൈറ്റ് ഓഫ് ദ കോൺ. സോ നമുക്കറിയാം എങ്ങനെയാണ് കോൺ, ഇങ്ങനെയാണ് നമ്മൾ കോൺ വരയ്ക്കുക. ക്ലിയർ? അപ്പോൾ ഇതിന്റെ ഡയമീറ്റർ എത്ര തന്നു, കർവ്ഡ് സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ബേസിന്റെ ഈ അടിയിലത്തെ ഭാഗത്തിന്റെ ഡയമീറ്റർ തന്നു. ഡയമീറ്റർ തന്നാൽ നമുക്കറിയാം റേഡിയസ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ അറിയാം. ഓക്കെ, അപ്പോൾ റേഡിയസ് എന്താണ്, ഡയമീറ്ററിന്റെ പകുതി. സോ ഈ റേഡിയസ് എന്ന് പറയുന്നത് 50 ആണ്. ക്ലിയർ? ഇനി നമുക്കറിയാം എന്താ, സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ ആണ് എന്താ തന്നിട്ടുള്ളത്, അതെന്ന് പറയുന്നത് നമുക്കറിയാം πRL ആണ്. πRL അതായത് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6500 ആണ് തന്നു. സോ πRL ഈസ് ഈക്വൽ ടു 6500 π ആണ് നമുക്ക് കിട്ടി. പയ്യും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ആർ എന്ന് പറയുന്നത് എത്രയാണ്, 50 ആണ്. സോ 50L ഈക്വൽ ടു 6500 കിട്ടും. L ഈക്വൽ ടു 6500 ഡിവൈഡ് ബൈ 50. സോ ഇതും ക്യാൻസൽ ആവും. L ഈക്വൽ ടു എന്ത് കിട്ടും, 130 ആണെന്ന് കിട്ടും. സോ L എന്ന് പറയുന്നത് ഈ ലെങ്ത്, ഇതാണ് L എന്ന് പറയുന്നത്. L എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, L എന്ന് പറയുന്നത് 130 ആണെന്ന് കിട്ടി. ക്ലിയർ? നമ്മളോട് ചോദിച്ചിട്ടില്ല, ഈ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ അല്ലേ, ഇവിടെ പൈതഗോറസ് അപ്ലൈ ചെയ്യാമല്ലോ, പൈതഗോറസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞ സാധനം അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ട്രിപ്ലറ്റിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രിപ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പൈതഗോറസിലെ 3 സൈഡിന്റെയും വാല്യൂ, അതിന്റെ റേഷ്യോനാണ് നമ്മൾ ട്രിപ്ലറ്റ് എന്ന് പറയാം, വാല്യൂസിനെയാണ് നമ്മൾ ട്രിപ്ലറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഒരുപാട് ട്രിപ്ലറ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞാണ് എങ്ങനെയാണ് ട്രിപ്ലറ്റ് ബൈ ഹാർട്ട് ചെയ്യുക, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കറിയാം, ഇവിടെ നോക്കിയേ, ഒരു സൈഡ് 50 കിട്ടിയിട്ടുണ്ട്, മറ്റേ സൈഡ് 130 കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പൈതഗോറസ് അപ്ലൈ ചെയ്യാം. എന്താ ഹൈപ്പോട്ടിനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ, ഹൈപ്പോട്ടിനസ് സ്ക്വയർ ഈക്വൽ ടു ബേസിന്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റിന്റെ സ്ക്വയർ. ഇത് വെച്ചിട്ട് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. ക്ലിയർ? അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ട്രിപ്ലറ്റ് അറിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ബേസ് എന്ന് പറയുന്നത് 50 ആണ്, ഈ ഹൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താ, ഹൈപ്പോട്ടിനസ് എന്ന് പറയുന്നത് 130 സ്ക്വയർ ആണ്. പക്ഷേ നമ്മൾ ഇത് ചെയ്യുന്നില്ല, നമ്മൾ ട്രിപ്ലറ്റ് ഉള്ള നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെത്തേഡ് വെച്ച് ചെയ്യാം. സോ ട്രിപ്ലറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ട്രിപ്ലറ്റ് നമുക്ക് അറിയാമല്ലോ, 5, 12, 13 എന്നുള്ള ട്രിപ്ലറ്റ് നമ്മൾ പഠിച്ചു വെക്കുന്നതാണ്. 5, 12, 13 ഈ ട്രിപ്ലറ്റ് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, 50 ഉണ്ട്, അതായത് ഈ ട്രിപ്ലറ്റ് നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 50 കിട്ടും, 130 കിട്ടും. അപ്പോൾ മൂന്നാമത്തെ സൈഡ് എത്രയായിരിക്കും, 120 ആയിരിക്കും. ക്ലിയർ? 120 ആയിരിക്കും. അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 120 ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രിപ്ലറ്റ് വെച്ച് നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി ഈ മെത്തേഡ് വെച്ച് ചെയ്താലും നമുക്ക് കിട്ടും, ഇവിടുന്ന് എക്സ് വാല്യൂ കണ്ടുപിടിച്ചാലും നമുക്ക് കിട്ടും. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. ട്രിപ്ലറ്റ് ഓർമ്മയുണ്ടെങ്കിൽ ഈ മെത്തേഡ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇതുപോലെ ഷോർട്ട് കട്ട് നമ്മൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കണം. ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യരുത്. 30 ക്വസ്റ്റ്യൻ മാക്സ്, 30 റീസണിങ്, 1.5 മണിക്കൂർ. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യാൻ നോക്കണം. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ പുതിയ, അതായത് അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മാത്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഒരുമിച്ചായിരിക്കും, ഇനി റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഒരുമിച്ചായിരിക്കും. അങ്ങനെയാണ് നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ ഇപ്പോൾ ജനറൽ അവയർനെസ്സിൻ്റെ 40 ക്വസ്റ്റ്യൻ ഒരുമിച്ചായിരിക്കും, റീസണിങ്ങിൻ്റെ 30 ക്വസ്റ്റ്യൻ ഒരുമിച്ചായിരിക്കും, മാത്സിൻ്റെ 30 ക്വസ്റ്റ്യൻ ഒരുമിച്ചായിരിക്കും. പക്ഷേ നമ്മൾ ഗ്രാജുവേറ്റ് ലെവലിൽ നടന്ന എങ്ങനെയാണ്, എല്ലാ ക്വസ്റ്റ്യനും മിക്സ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താണ്, നിങ്ങൾക്ക് ഇപ്പോൾ മാത്സിന് ഫുൾ 30 ക്വസ്റ്റ്യൻ എത്ര ടൈം വേണമെന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ ഒരു ടൈം ഫിക്സ് ചെയ്യാൻ പറ്റും. അതായത് ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ ആ 40 ജനറൽ അവയർനെസ് നമ്മൾ തീർക്കാം. ബാക്കി ടൈം എന്താ, ബാക്കി 1.25 മണിക്കൂർ നമ്മൾ റീസണിങ്ങിനും മാത്സിനും കൊടുക്കാം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കമലേഷ് ബൈ സം സാരീസ് ആൻഡ് സൂട്ട്. അപ്പോൾ എത്രയാ, 10,000 രൂപക്കാണ് ഈ 2 സാധനവും വാങ്ങിയത്. പിന്നെ പറയുന്നത് എന്താണ്, കോസ്റ്റ് പ്രൈസ് ഓഫ് സാരി. അപ്പോൾ സാരീൻ്റെ കോസ്റ്റ് പ്രൈസ് പറയുന്നുണ്ട്. സാരീൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാ, 1500 ആണെന്ന് പറഞ്ഞു. ഇനി സൂട്ടിൻ്റെ കോസ്റ്റ് പ്രൈസാ, സൂട്ടിൻ്റെ ആണെങ്കിൽ 1000 രൂപയാണ്.
ഇത് രണ്ടും കൂടിയിട്ട് ടോട്ടൽ 8 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്. സാരിയും സൂട്ടും കൂടിയിട്ട് ടോട്ടൽ 8 എണ്ണം ഉണ്ട്. സോ എന്താ പറയുന്നത്? അപ്പോൾ ഫൈൻഡ് ദ നമ്പർ ഓഫ് സാരീസ് ആൻഡ് സൂട്ട്സ് ആൻഡ് സാരീസ്. സോ സൂട്ട്സ് ആൻഡ് സാരീസ് ആ പറയുന്നത്. സോ ആദ്യത്തെയാണ് സൂട്ട്. ഓക്കെ, ഇത് സൂട്ടാണ്, സൂട്ട്സ്, ഇത് സാരീസ്. ഓക്കെ, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഓരോ ഓപ്ഷൻ ഇട്ട് കൊടുത്ത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ സാരി എക്സ് ആണെങ്കിൽ എക്സ് ഇൻറ്റു 1500 ചെയ്താൽ ടോട്ടൽ സാരീൻ്റെ വില കിട്ടും. പ്ലസ് സൂട്ട് വൈ നമ്പർ ഓഫ് സൂട്ട് ആണെങ്കിൽ വൈ ഇൻറ്റു 1000 ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് സൂട്ട് കിട്ടും. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ എന്താ കിട്ടണം? 10000 കിട്ടും. അപ്പോൾ വൈ നമ്പർ സൂട്ടും അതിൻ്റെ വില 1000 ചെയ്താൽ ടോട്ടൽ സൂട്ടിൻ്റെ വില കിട്ടും. ക്ലിയർ? അപ്പോൾ ഓരോ ഓപ്ഷൻ നമുക്ക് ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടും. ഒന്നുമില്ല, സിമ്പിളാണ്. ആദ്യം എന്താ, സാരീൻ്റെ 4 സാരിക്ക് എത്രയാ? സോറി, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ, 4 സാരീസ് കൊടുത്തിട്ടുണ്ട്. അപ്പം 4 സാരി ആണെങ്കിൽ ഇവിടെ നോക്കിയേ, 4 സാരി ആണെങ്കിൽ നമുക്കറിയാം 6000 ആണ്. ഓക്കെ, 4 സാരി ആണെങ്കിൽ 6000 ആണ്. പിന്നെ വൈ 4 എടുത്താൽ പ്ലസ് 4 ഇൻറ്റു 1000 4000. സോ കിട്ടിയല്ലോ, ഫസ്റ്റ് ആൻസർ തന്നെ നമുക്ക് കിട്ടി. പിന്നെ സെക്കൻഡ് നോക്കിയാൽ കിട്ടില്ലല്ലോ, ബാക്കി ഒന്നും നോക്കിയാലും നമുക്ക് കിട്ടില്ല. ടോട്ടൽ നമ്പർ 8 എണ്ണം ഉണ്ട്. 4 സാരി വരുമ്പോൾ 6000 വരും, 4 സൂട്ട് വരുമ്പോൾ 4000 വരും. ക്ലിയർ? അപ്പോൾ 10000 ആയി. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത് നോക്കിയേ, ഇഫ് 47,100 ഈസ് ഡിപ്പോസിറ്റഡ് 2 years. 47,000 2 വർഷത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്തു. 9% ആനുവൽ ഇൻട്രസ്റ്റ് ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ആൻഡ് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ചെയ്തതാണ്. കോമ്പൗണ്ടിൻ്റെയും സിമ്പിളിൻ്റെയും ഡിഫറൻസ് 2 വർഷത്തേക്ക്. ഇക്വേഷൻ എന്താണ്? P ഇൻറ്റു R² ഡിവൈഡ് ബൈ 10,000 ഈക്വൽ ടു എന്താ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ്. സെയിം പ്രോബ്ലം വീണ്ടും ചോദിച്ചിട്ടുണ്ട്, സെക്കൻഡ് ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട്. സോ എന്താണ് P എന്ന് പറയുന്നത്? എന്താ? പ്രിൻസിപ്പൽ 47,100 ഇൻറ്റു R² എന്താണ്? എത്രയാണ് ഇൻട്രസ്റ്റ്? 9. 9² 81 ഡിവൈഡ് ബൈ 10,000 ഈക്വൽ ടു ഇത് നമ്മൾ CI മൈനസ് SI. ക്ലിയർ? ഇനി ഇത് കട്ട് ചെയ്യാം. ഇനി നമ്മൾ നോക്കിയാൽ ജസ്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അതായത് നമ്മളിവിടെ നോക്കുമ്പോൾ ഇത്രയും വലിയ വാല്യൂ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നുമില്ല, നമുക്കറിയാം 471, ബാക്കി ഇവിടെ 471 അല്ലേ, 471 81. സാധാരണ ചെയ്യുന്ന പോലെ ഇതാ ആദ്യം ചെയ്യുമ്പോൾ 1 കിട്ടും, ബാക്കി നമ്മൾ ചെയ്യണ്ട. ആദ്യം 1 ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ 1 കിട്ടും, 1 ഇൻറ്റു 7 കിട്ടും, 1 ഇൻറ്റു 8 ഇത്രയും കിട്ടും. അപ്പോൾ ലാസ്റ്റത്തെ 2 ഇപ്പോൾ നോക്കിയേ, ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് ഒക്കെ സെയിം ആണ്. അപ്പോൾ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് നമ്മൾ നോക്കാം. സോ ഇവിടെ നോക്കുമ്പോൾ എന്ത് കിട്ടും? 1 5 51 കിട്ടും. അപ്പോൾ 51 കിട്ടുന്ന ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ? അത്ര മാത്രം നമ്മൾ നോക്കിയാൽ മതി, ബാക്കിയൊന്നും നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ഇതാ നോക്കിയ യൂണിറ്റ് ഡിജിറ്റ് എല്ലാത്തിൻ്റെയും സെയിം ആണ്, 1 ആണ്. സോ അത് കഴിഞ്ഞുള്ള 10th പ്ലേസിലുള്ള വാല്യൂസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. ക്ലിയർ? പിന്നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 2 പ്ലേസ് മാറി പോയിന്റ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് കൺസിസ്റ്റ് ഓഫ് മെൻ, വിമൻ, ചിൽഡ്രൻ. അപ്പോൾ എന്താ? മെൻ ഉണ്ട്, വിമൻ ഉണ്ട്, ചിൽഡ്രൻ ഉണ്ട്. ക്ലിയർ? എന്നിട്ട് എന്താ പറയുന്നത്? 20% ഓഫ് ദം ആർ മെൻ. അപ്പോൾ 20% മെന്നാണ്, 50% വിമൻ ആണ്, ബാക്കി എത്രയാ? റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? 30% ചിൽഡ്രൻ ആണ്. ഓക്കെ, ഇത്രയും നമ്മൾ ക്വസ്റ്റ്യൻ തന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഇങ്ങനെ എഴുതാൻ അറിയാം. their ആവറേജ് വെയിറ്റ് ആർ. അപ്പോൾ ഇവരുടെ എല്ലാത്തിൻ്റെയും കൂടിയിട്ട് ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 45, എല്ലാത്തിൻ്റെയും അല്ല, ഓരോ ഇൻഡിവിജ്വലിൻ്റെ. ആദ്യത്തെ മെന്നിൻ്റെ ആണെങ്കിൽ 45, പിന്നെ എന്തെയാ വിമൻ്റെ ആണെങ്കിൽ എത്രയാ? 65. ഇനി ചിൽഡ്രൻ്റെ ആണെങ്കിൽ 20. അപ്പം ഇങ്ങനെ അവരുടെ വെയിറ്റ് തന്നു. ക്ലിയർ? നമുക്ക് ഇത് നമ്പർ അല്ലേ തന്നിട്ടുള്ളത്, ഇത് നമ്പറാണ്. അപ്പോൾ ഈ നമ്പറിൻ്റെ നമുക്ക് റേഷ്യോ നോക്കിയാലോ? നമ്പറിൻ്റെ റേഷ്യോ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ നോക്കിയാൽ 2:5:3 അല്ലേ ആണ്. ഇനി ഒന്നുമില്ല, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 45 2 45 × 2 90 പ്ലസ് 65 × 5 എത്രയാണ്? 65 × 5
സോറി ഇതെത്രയാ 60 ആണ് 60 അല്ലേ 60. അപ്പം ഇങ്ങനെ ഒന്നും തെറ്റാൻ പാടില്ല, എനിക്ക് മിസ്റ്റേക്ക് പറ്റി, ഇങ്ങനെ തെറ്റിയാൽ ടൈം പോകും. അപ്പം 60 × 5 എത്രയാണ് 300 പ്ലസ് 60. ഇത്രയും ചെയ്താൽ എന്താണ് ടോട്ടൽ ആവറേജ് എന്ന് പറയുന്നത് എത്ര കിട്ടും? ഇതൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ 450 എന്ന് കിട്ടും. ടോട്ടൽ നമ്പർ ഇപ്പോൾ ഇതാണ് ടോട്ടൽ നമ്പർ. എത്രയാ ടോട്ടൽ നമ്പർ? 10 കിട്ടും. സോ ഡിവൈഡ് ബൈ 10. അതായത് ടോട്ടൽ വെയിറ്റ് എത്രയാ? ഇത് ടോട്ടൽ വെയിറ്റ് അല്ലേ? ടോട്ടൽ വെയിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്താൽ ടോട്ടൽ ആവറേജ് കിട്ടും. എത്രയാ? 45 ആണെന്ന് ആവറേജ് കിട്ടും. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇപ്രാവശ്യം ചോദിക്കുന്നത്. അണ്ടർ ഗ്രാജുവേറ്റിനും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ കൃത്യമായി ഇത് പഠിച്ചിട്ട് പോവുക. കംപ്ലീറ്റ് ആയി കഴിഞ്ഞ ഷിഫ്റ്റും കാണാം, ഇതും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്ന്. ക്ലിയർ? മാക്സിമം ഫുള്ള് കാണാൻ നോക്കുക. അറ്റ് വാട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ എ സം ഓഫ് മണി വിൽ അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഡബിൾ ഇറ്റ്സ് സെൽഫ് ഇൻ 12 years? സിമ്പിളാണ്, കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നും. എന്താണ്? ഇപ്പോൾ നമ്മുടെ 100 ആണെങ്കിൽ 12 വർഷം കഴിയുമ്പോൾ എന്താ ഇത് ഡബിൾ ആവും. എത്രയാ? ഡബിൾ ആകും. അപ്പോൾ എത്രയാ? 200% ആവും. ഇപ്പോൾ 100% ഉള്ള സാധനം നമ്മളെ ഫുൾ എമൗണ്ടിനെ 100% എന്ന് പറയും. 12 വർഷം കഴിഞ്ഞാൽ 200% ആവും. സോ കൂടിയ എത്രയാ? 100% കൂടിയ. അങ്ങനെ 100% കൂടാൻ എത്രയാ? 12 വർഷം എടുത്തു. സോ 100% കൂടാൻ 12 വർഷം എടുത്തു. സോ ഓരോ വർഷം എത്രയാണ് കൂടുന്നത്? 100/12. 100% കൂടാൻ 12 വർഷം എടുത്തു. അപ്പോൾ ഓരോ വർഷം കൂടുന്ന പെർസെൻറ്റേജ് ആണ് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ 100/12 ചെയ്താൽ എത്ര കിട്ടും? ഇത് ചെയ്താൽ 8 കിട്ടും. റിമൈൻഡർ എത്രയാ? 3 1/3 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 8.33. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് കിട്ടുക. സോ ഓപ്ഷൻ എ. അപ്പോൾ ഇത്രയും സിമ്പിളായി നമ്മൾ ചെയ്യണം. ഒരുപാട് ആലോചിച്ച് നിൽക്കരുത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യുക. ഒരുപാട് ടൈം കളയരുത്. അടുത്തത് മഞ്ജീത് സ്പെൻഡ് 40% ഓഫ് ഹിസ് ഇൻകം. അപ്പോൾ എത്രയാ? 40% സ്പെൻഡ് ചെയ്തു. പിന്നെന്താ ബാക്കി എത്രയാ? 40 കഴിഞ്ഞാൽ ബാക്കി 60% എന്ന് പറയുന്നത് സേവ് ചെയ്തു. എത്രയാ? 18,000. വാട്ട് വിൽ ബി ഹിസ് ഇൻകം? ഒന്നുമില്ല, 60% 18,000 തന്നു. അപ്പോൾ നമ്മൾ 100% കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാ? 60% തന്നാൽ അറിയാത്തവർ നോക്കാം. വളരെ സിമ്പിളാണ്. 60% തന്നു. അപ്പോൾ നമുക്ക് ആദ്യം 1% കണ്ടുപിടിക്കാം. ഇത് നേരെ ഇങ്ങോട്ട് പോകും. 18,000 ഡിവൈഡ് ബൈ 60. സോ കട്ട് ചെയ്തു. ഇനിയാ നമ്മൾ 100% കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ ഇവിടെയും 100 ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ. ഇതും കട്ട് ചെയ്യുമ്പോൾ 3 കിട്ടും. സോ 30,000 ആണ് ഇൻകം വരുന്നത്. ഓപ്ഷൻ സി. സിമ്പിൾ അല്ലേ? നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് നമുക്കറിയാമല്ലോ എങ്ങനെയാ? പ്രൊപ്പോർഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടുന്ന് എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിളായിട്ട് അറിയാം. നിങ്ങൾ ഇപ്പോൾ നാളെ മറ്റന്നാണെങ്കിൽ പറ്റില്ല. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എക്സാം ആണെങ്കിൽ നമ്മുടെ റിവിഷൻ സീരീസ് കാണാം. അതിൽ മാത്സിൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെയും PVQ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക. ഓക്കെ, അതുപോലെ നമ്മൾ ഈ ഷിഫ്റ്റൊക്കെ ചെയ്ത് അതും കാണാം. ക്ലിയർ? ഇതെങ്ങനെ ചെയ്യാം? 3.5 ഡിവൈഡ് ബൈ 17.4 അല്ലേ? ഇത് തമ്മിൽ റേഷ്യോ ആണ്. ഈക്വൽ ടു 14/x. ഒന്നുമില്ല, അതിനെന്താ? ഡിവൈഡ് ചെയ്താൽ എക്സ് എന്താ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. ഇൻറ്റു എക്സ് ഈക്വൽ ടു എത്രയാ? 17.4 × 14. ക്ലിയർ? ഇനിയോ നമുക്കറിയാം 3.5 × 2 ആണ് 7. അപ്പോൾ എത്രയാ? ഇത് 4 ആയിരിക്കും. ക്ലിയർ? അതങ്ങനെ കട്ടായി. പിന്നെന്താ? എക്സ് ഈക്വൽ ടു 17.4 4. അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണോ? നമ്മൾ നിൽക്കണ്ട. കാരണം നോക്കിയേ, 0.4 ഈ 4 മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ നമുക്കറിയാം ലാസ്റ്റ് യൂണിറ്റ് പ്ലേസിൽ എന്താ? 6 ആയിരിക്കും. സോ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂണിറ്റ് പ്ലേസ് മാത്രം വെച്ച് ചെയ്യാൻ നോക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ യൂണിറ്റ് പ്ലേസ് വെച്ചാണ് ചെയ്തത്. ഇവിടെയും നമുക്ക് യൂണിറ്റ് പ്ലേസിൻ്റെ വാല്യൂ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. സോ മാക്സിമം യൂണിറ്റ് പ്ലേസ് വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയരുത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ സ്പീഡിൽ ചെയ്തോളുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അടുത്തെന്താ അരിത്തമെറ്റിക് മീൻ ഓഫ് 25 റിയൽ നമ്പർ എത്രയാണ്? അപ്പോൾ 25 റിയൽ നമ്പറിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് 110 ആണ്. സോ ഇഫ് ഈച്ച് ഓഫ് ദ എന്താ 10 നമ്പേഴ്സ് ഈസ് ഇൻക്രീസ്ഡ് ബൈ, അപ്പോൾ 10 നമ്പർ എത്ര ഇൻക്രീസ് ചെയ്തേ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് 10 നമ്പർ ഇൻക്രീസ് ചെയ്ത് 12.5 ആണ്. പിന്നത്തെ 10 നമ്പർ ഇൻക്രീസ് ചെയ്തത് 15 ആണ്. ക്ലിയർ? റിമൈനിങ് 5 നമ്പറിന് ഒരു ചേഞ്ചും ഇല്ല. ദെൻ വാട്ട് ഈസ് ദ ന്യൂ അരിത്തമെറ്റിക്കൽ മീൻ? അപ്പോൾ പുതിയ അരിത്തമെറ്റിക്കൽ മീൻ ആണ് ചോദിക്കുന്നത്. സോ എന്താ, നമുക്ക് ഇതിൻ്റെ സമ്മ് കണ്ടാൽ മതി. 25 നമ്പറിൻ്റെ മീൻ എന്ന് പറയുന്നത് എത്രയാ? 110 ആണ്. സോ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ എന്ന് പറയുന്നത് 110 × 25 ആണ് അല്ലേ? 25 നമ്പറിൻ്റെ മീൻ എന്ന് പറയുന്നത് 110 ആണ്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് അതിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? മതി. സോ അതാണ് ടോട്ടൽ കിട്ടി. പിന്നെ പറയുന്നത് 10 നമ്പറും 12.5 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ടോട്ടൽ എത്രയാണ് ഇൻക്രീസ് ചെയ്തത്? 10 നമ്പറും 12.5 ഇൻക്രീസ് ചെയ്താൽ ടോട്ടൽ 125 ആണ് ഇൻക്രീസ് ചെയ്തത്. 12.5 × 10. പിന്നെ അടുത്ത 10 നമ്പർ എത്ര ഇൻക്രീസ് ചെയ്തത്? അത് 15 ആണ് ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ എത്ര ഇൻക്രീസ് ചെയ്യുന്നത്? 150 ടോട്ടൽ ഇൻക്രീസ് ചെയ്തു. ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ ടോട്ടൽ വാല്യൂവിൽ ഇത്രയാണ് ഇൻക്രീസ് വന്നത്. ലാസ്റ്റത്തെ 5 ഡിഫറൻസ് ഒന്നും ഇല്ല. നമുക്കറിയാം മീൻ എന്ന് പറഞ്ഞാൽ എന്താ, ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? മീൻ അല്ലെങ്കിൽ ആവറേജ് ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ആണ്. ഇപ്പം നമുക്കിവിടെ ടോട്ടൽ സമ്മ് കിട്ടി. ടോട്ടൽ നമ്പർ എത്രയാ? 25 അല്ലേ? 25 റിയൽ നമ്പർ ആണ്. സോ ഡിവൈഡ് ബൈ 25 ചെയ്താൽ ആൻസർ കിട്ടി. സോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്. എങ്ങനെയാ? ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഇവിടെ പ്ലസ് വന്നുകൊണ്ട് ഈ 3 ടേമും സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഈ 3 ടേമിന് നമ്മൾ 25നെ കോമൺ ആയിട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഇതാ ഇവിടുന്ന് 25 പോയി, ഇവിടുന്ന് 25 പോയി. ഇവിടുന്ന് 25 പോയാൽ എത്രയാണ്? 5 കിട്ടും. ഇവിടുന്ന് 25 പോയാൽ 6 കിട്ടും. ക്ലിയർ? അതായത് ഞാൻ ചെയ്തത് ന്യൂമറേറ്ററിൽ 25 എന്ന വാല്യൂ കോമൺ ആയിട്ട് എടുത്തിട്ട് ഡിനോമിനേറ്റർ ആയി കട്ട് ചെയ്ത് കളഞ്ഞു. ക്ലിയർ? അപ്പോൾ ബാക്കി എന്ത് കിട്ടും? 110 + 5 + 6 എന്താ? 121 അല്ലേ? സിമ്പിൾ. ഓപ്ഷൻ എ ആണ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ 8 ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? 8 ക്വസ്റ്റ്യനും സിമ്പിൾ അല്ലേ? അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോൾ സച്ചിൻ എത്രയാ? ഫസ്റ്റ് പെൻ പർച്ചേസ്ഡ് ഫസ്റ്റ് പെൻ, ആദ്യത്തെ പെൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പെൻ 630 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. സെക്കൻഡ് പെൻ എന്ന് പറയുന്നത് 722 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. ക്ലിയർ? ഇനി എന്താ പറയുന്നത്? ഈ സോൾഡ് ദ ഫസ്റ്റ് പെൻ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 70%. ബയർ നെഗോഷിയേറ്റ് ദ പ്രൈസ് ആൻഡ് ഹാർഡ് ഓഫർ ഡിസ്കൗണ്ട് ഓഫ് 9%. ഒന്നുമില്ല, സിമ്പിളാണ്. ആദ്യം എത്രയാണ്? പ്രോഫിറ്റ് 70%ന് അയാൾ കയറ്റി പ്രൈസ് ചെയ്തു. സോ എന്താ? പ്രൈസ് 70% ഇൻക്രീസ് ചെയ്തു. പക്ഷെ എന്ത് ചെയ്തു? നമ്മൾ സക്സസീവ് ഡിസ്കൗണ്ടിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ. x + y + x × y ഡിവൈഡ് ബൈ 100. അതായത് ആദ്യം ഒരു പെർസെൻറ്റേജ് എത്രയോ പെർസെൻറ്റേജ് കൂട്ടി, x% കൂട്ടി, പിന്നെ y% കുറച്ചു. ക്ലിയർ? പിന്നെ അപ്പോൾ ടോട്ടൽ എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്? അതാണ് ഈ ഇക്വേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ചെയ്താണ്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ ക്വസ്റ്റ്യനൊക്കെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് പോവുക. സെയിം സംഭവമായിരിക്കും ഇനിയും വരുന്നത്. ഓക്കെ? അപ്പോൾ ഈ 2 ഷിഫ്റ്റും കാണുക, മാക്സിമം നോക്കുക. ക്ലിയർ? അപ്പോൾ എന്താ? x + y ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം എന്താ? പ്രോഫിറ്റ് 70% കിട്ടേണ്ട രീതിയിൽ പ്രൈസ് കയറ്റി. അപ്പോൾ എന്താ? +70. പിന്നെന്താ? ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ -9. പിന്നെന്താ? -9 × 70. -9 × ഡിവൈഡ് ബൈ 100. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. സോ ഇതെന്ത് കിട്ടും? ഇത് ചെയ്യുമ്പോൾ ഇതും കട്ടായി. പിന്നെന്താ? 79 പോയാൽ 61. ഇവിടെ എന്താ? ഇത് ചെയ്യുമ്പോൾ 6.3 അല്ലേ? 6.3 കിട്ടും. സോ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാ? 54.7% ആണ്. 54.7% ആണ് പ്രോഫിറ്റ് കിട്ടുക. ക്ലിയർ? ഇതാണ് ഫസ്റ്റത്തെ കാര്യം. ആൻഡ് ഹി സോൾഡ് സെക്കൻഡ് പെൻ അറ്റ് പ്രോഫിറ്റ് 71%. ഓക്കെ? അപ്പോൾ ഫസ്റ്റത്തെ പ്രോഫിറ്റ് നമുക്ക് എത്ര കിട്ടിയേ? ഫസ്റ്റത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ പറയാം. അതായത്
ടോട്ടൽ പ്രൈസ് എത്രയാണ്? 630 അതിൻ്റെ 54.7% നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. സോ അതിൻ്റെ 54.7% നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. ക്ലിയർ? അത് ക്ലിയർ അല്ലേ? ആദ്യം നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് എത്രയാണ് പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് ഏതിൻ്റെ 630ൻ്റെ 54.7% പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? അതായത് ഇതിനെ നമുക്ക് 630, അതായത് ഈ സീറോനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ അതിനെ മാറ്റി എഴുതാമല്ലോ. എങ്ങനെ മാറ്റി എഴുതാം? 63 × 547/100 എന്ന് നമുക്ക് മാറ്റി എഴുതാം. ക്ലിയർ? അപ്പോൾ അത്രയാണ് നമുക്ക് പ്രോഫിറ്റ്, അതായത് അതിൻ്റെ ആക്ച്വൽ വാല്യൂ ആയിട്ട് കിട്ടുക. ഇത് സെക്കൻഡ് ആണെങ്കിൽ അതിൻ്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 722 ആക്ച്വൽ വാല്യൂ. അതിനെത്രയാ? 71% ആണ് പ്രോഫിറ്റ് കൊടുത്തത്. ക്ലിയർ? അപ്പോൾ ഇവിടെ 71/100 കിട്ടുക. ഇനി എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ടോട്ടൽ പ്രോഫിറ്റ്? അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നുമില്ല, ഈ രണ്ട് വാല്യൂ നമ്മൾ കൂട്ടിയാൽ മതി. ക്ലിയർ? ഈ രണ്ട് വാല്യൂ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ ആയി. സോ എങ്ങനെ ചെയ്യാം? അതായത് ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇവിടെയും നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ കൂടെ ഈ വാല്യൂസ് ഇതേ പ്ലസ് 722 × 71 / 100 നമുക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെയല്ല നമുക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കിക്കോ, സിമ്പിളാണ്. ഇതൊന്നും മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയരുത്. അതായത് ഇവിടെ നോക്കിയാൽ 3 യൂണിറ്റ് പ്ലേസ് മാത്രം നോക്കുക. 3 × 7 21. സോ യൂണിറ്റ് പ്ലേസിൽ 1 വരിക. ക്ലിയർ? വേറെ നോക്കണ്ട. പിന്നെ ഇതാ ഈ പ്ലസ് ഇടാ. 2 × 1 2 വരിക. ഇത്രയേ ഉള്ളൂ. ഡിവൈഡ് ബൈ 2ൽ 100 ഉണ്ട്. അത് നമുക്ക് അപ്പോൾ പോയിന്റ് ഇവിടെ നോക്കിയാൽ എല്ലാത്തിലും പോയിന്റ് വന്നത് 2 പ്ലേസ് മാറിയിട്ടാണ്. സോ ആദ്യത്തേത് നോക്കുമ്പോൾ നമുക്ക് യൂണിറ്റ് പ്ലേസിൽ എത്ര വരും? 1 വരും. രണ്ടാമത്തെ നോക്കുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ എത്ര വരും? 2 വരും. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യുക. 1ഉം 2ഉം നമുക്ക് 3 കിട്ടുക. സോ യൂണിറ്റ് പ്ലേസിൽ 3 വരുന്ന വാല്യൂ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സിമ്പിളാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യാവൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം പോകും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം ഇങ്ങനെ ചെയ്യണം. യൂണിറ്റ് പ്ലേസ് മസ്റ്റാണ്. വെറുതെ ഇത് കാണുമ്പോൾ ഒരുപാട് മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തോന്നും. അതായത് ഇത്രയും വലിയ കുറേ വായിക്കാനുണ്ട്. പക്ഷേ ഒന്നുമില്ല, ജസ്റ്റ് ഒരു 2 സ്റ്റെപ്പിലൂടെ നമുക്ക് ആൻസർ കിട്ടും. അതായത് രാജേഷ് ഹാസ് എത്രയാ? 156 ലിറ്റർ ഓഫ് ഓയിൽ ആൻഡ് 256 ലിറ്റർ ഓഫ് ഓയിൽ ബി. 2 ഓയിലുണ്ട്, 156 ലിറ്ററും 256 ലിറ്ററും. ഇനി എന്ത് ചെയ്യുക? ഈ 2 ഓയിലും ഇവിടെ പറയുന്നത് ഹി ഫിൽസ് സെവറൽ ഐഡന്റിറ്റിക്കൽ കണ്ടെയ്നർ വിത്ത് 2 ടൈപ്സ് ഓഫ് ഓയിൽസ്. അതായത് എന്താ? ഇത്രയും ലിറ്റർ ഓയിൽ ഉണ്ട്. അപ്പോൾ ഇയാൾ ബോട്ടിലിൽ എത്രയാ? സെയിം സൈസുള്ള ബോട്ടിലിൽ ഈ 2 ഓയിൽസും ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഈച്ച് കണ്ടെയ്നർ ഓൺലി 1 ടൈപ്പ് ഓഫ് ഓയിൽ. അതായത് 156 256 അത്രയും ലിറ്റർ ഓയിലുണ്ട്. അപ്പോൾ ഇയാൾ, അതായത് 2 ക്യാനിലുണ്ടെന്ന് വിചാരിക്കാം. ഇയാൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ബോട്ടിൽസ് ആക്കി ഈക്വൽ സൈസുള്ള, എന്നിട്ട് എല്ലാത്തിലും കറക്റ്റ് അളവിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഒരു കണ്ടെയ്നറിൽ ഒരു ബോട്ടിലിൽ ഒരു ടൈപ്പ് ഓയിൽ മാത്രമേ പാടുള്ളൂ, മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ബോട്ടിലിൻ്റെ സൈസ് എത്രയായിരിക്കും? അങ്ങനെയാണെങ്കിൽ സോ 2 ടൈപ്പ് ഓഫ് ഓയിൽ ആൻഡ് രാജേഷ് ഹാസ് ഫിൽഡ് വാട്ട് ഈസ് ദ മാക്സിമം വോളിയം ഓഫ് ഈച്ച് കണ്ടെയ്നർ. അതായത് ആ കണ്ടെയ്നറിൻ്റെ മാക്സിമം വോളിയമാണ് പറയുന്നത്. അതായത് ഇതൊരു കണ്ടെയ്നർ. രാജേഷ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചെറിയ കണ്ടെയ്നർ ആക്കി ഈക്വൽ സൈസ്. ഓക്കെ, എന്നിട്ട് ഇതെന്നെല്ലാം ആഡ് ചെയ്തു, ഫുള്ള് ഫില്ല് ചെയ്തു. അപ്പോൾ മാക്സിമം എത്രയാണ് ആ കണ്ടെയ്നറിൻ്റെ സൈസ് ആവാൻ പറ്റുന്നത്? അതായത് ഈക്വൽ ആയിട്ട് ഫില്ല് ചെയ്യണം. എല്ലാം ഒരു ഐറ്റം മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഒന്നിലും പകുതി ആവാൻ പാടില്ല, എല്ലാത്തിലും ഫുള്ളായിരിക്കണം. അങ്ങനെയുള്ള സൈസിൻ്റെ കണ്ടെയ്നറിൻ്റെ സൈസാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് നമ്മുടെ റിവിഷൻ സീരീസിൽ ചെയ്താണ്. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും. HCF ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എന്താണ്? HCF ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ? HCF, ഈ 2 വാല്യൂവിൻ്റെ HCF ഫൈൻഡ് ചെയ്താൽ ആൻസറായി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് HCF ഫൈൻഡ് ചെയ്യുന്നത് നമ്മൾ റിവിഷനിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? 156 256 ഒന്നുമില്ല, ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. 100 ഡിഫറൻസ് എടുത്തില്ലേ? 100.
ഇനി ഇതാ 100 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 156-നെ? പറ്റില്ല. അപ്പം എന്ത് ചെയ്യാം, ഇതിനെ നമ്മൾ വീണ്ടും എന്താ ഇതിൻ്റെ ഫാക്ടർ ആക്കാം. ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് 10 10 അങ്ങനെ 10 10 എന്നൊക്കെ പറഞ്ഞാൽ 10 × 10 അത് ചെറിയ ഫാക്ടർ ആയില്ലേ. ഇതിനെ മാക്സിമം വലിയ ഫാക്ടർ എടുക്കാം. അതായത് നമുക്ക് 25 × 4 അതിൽ 25 മാക്സിമം വാല്യൂ അല്ലേ, അങ്ങനെ മാക്സിമം വാല്യൂ എടുക്കാം. 25 × 4 ആണ് മാക്സിമം ആയിട്ട് അതിൻ്റെ ഫാക്ടറായി കിട്ടുക. അല്ലെങ്കിൽ 10 × 10, പിന്നെ ഇതിന് താഴെ 20 × 5. അപ്പോൾ ഇത് 25-നേക്കാളും ചെറുതല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ 25 × 4 ഏറ്റവും വലിയ ഫാക്ടർ എടുക്കുക. 25 × 4. ഇനി നോക്കാം, ഈ 25-നെ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 25-നെ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 25 പറ്റില്ല. അപ്പോൾ നോക്കാം ഇത് പറ്റുമോ നോക്കാം. 4 കൊണ്ട് പറ്റുമോ നോക്കാം. 4 കൊണ്ട് പറ്റുമോ? 4 കൊണ്ട് പറ്റും. ഇതിനെയും പറ്റും. അപ്പം എന്താണ്, 4 ആയിരിക്കും ഇതിൻ്റെ HCF. HCF എന്ന് പറയുന്നത് 4 ആണ്. ക്ലിയർ? അപ്പം ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് HCF കാണാം. ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തതാണ്. കണ്ടില്ലെങ്കിൽ HCFിൻ്റെ ക്ലാസ് റിവിഷൻ സീരീസിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്, അത് പോയി കാണാം. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ? ഇത് സ്പീഡ് ആവുന്നുണ്ടോ? അതായത് 3 സ്പീഡിൽ ചെയ്താലേ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ തീർക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ AB ഈസ് പാരലൽ ടു CD. അപ്പോൾ AB എന്ന ലൈൻ ഉണ്ട്, CD എന്ന ലൈൻ ഉണ്ട്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇങ്ങനെ വരക്കുക. AB ഉണ്ട്, CD ഉണ്ട്. ക്ലിയർ? ഇനി എന്താ പറയുന്നത്? എ ട്രാൻസ്വേഴ്സൽ PQ ഇന്റർസെക്റ്റ് AB. അപ്പോൾ PQ എന്ന ലൈൻ ഇന്റർസെക്റ്റ് AB ആൻഡ് CD. സോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വരക്കാം. ഇത് PQ ആണ്. PQ AB-നെ ഇന്റർസെക്റ്റ് ചെയ്യുന്നു. അറ്റ് ഇയും ഇത് E ആണ്, പിന്നെന്താ F, ഇത് F ആണ്. ക്ലിയർ? അതായത് AB പറഞ്ഞുകൊണ്ട് E ആണ് AB-യിൽ വരുന്നത്, F സെക്കൻഡ് പറഞ്ഞ CD-യിലാണ്. ഇനി എന്താ കോൺ PEB. PEB എന്ന് പറയുന്നത് എത്രയാണ് തന്നു? 56 ആണെന്ന് തന്നിട്ടുണ്ട്. G ഈസ് എ പോയിന്റ് ബിറ്റ്വീൻ AB ആൻഡ് CD. ABക്കും CDക്കും ബിറ്റ്വീൻ ആണ്. അപ്പോൾ ഇതിൽ എവിടെ നമ്മൾ പോയിന്റ് അടയാളപ്പെടുത്തും? അതായത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ G കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ G കൊടുക്കാം. അപ്പോൾ എവിടെ കൊടുക്കുന്നത് നമ്മൾ കൺഫ്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. G ഈസ് എ പോയിന്റ് ബിറ്റ്വീൻ AB ആൻഡ് CD സച്ച് ദാറ്റ് കോൺ BEG ഇതുകൊണ്ടോ ഈ ലൈൻ എന്ന് പറയുന്നത് BEG എന്ന് പറയുന്നത് എത്രയാണ്? 32 ഡിഗ്രിയാണ്. സോ ഇത് നമുക്കറിയാം. ഇതെന്തായാലും 32 ഡിഗ്രി അല്ലല്ലോ, കാരണം അതിൽ കൂടുതലല്ലേ 30. ഏത് ഈ ഡിഗ്രി, ഈ ലൈൻ എന്ന് പറയുന്നത് 32, ഈ ഡിഗ്രി എന്ന് പറയുന്നത് 32-ൽ കൂടുതലുണ്ട്. അപ്പം നമുക്കറിയാം ഇവിടെയല്ല G, അത് തെറ്റാണ്. ഇതല്ല G. ഓക്കെ, അപ്പം നമുക്കറിയാം G ഇതാ ഇങ്ങോട്ട് വരച്ചാൽ കറക്റ്റാണ്. ഇത് 32 ആയി. ക്ലിയർ? അപ്പം അങ്ങനെയാണ് നമ്മൾ വരക്കേണ്ടത്. ഇനിയോ GFE അപ്പം എന്താ ഇത് ഇങ്ങനെ കണക്ട് ചെയ്യാം. GFE എന്ന് പറയുന്നത് 47 ആണ്. സോ വാട്ട് ഈസ് ദ മെഷർ ഓഫ് EGF ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. EGF. സോ ഏതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? നമ്മളിതാ ഈ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓൺ G ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ സിമ്പിൾ ആണ്. എന്താ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ വാല്യൂ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാ? ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഇത് എത്രയാണ്? 180 ആണ്. സോ ഇവിടെ എത്രയൊക്കെ കിട്ടിയിട്ടുണ്ട്? 180 മൈനസ് 86 32, 80 88 അല്ലേ? ഇത് ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 150 ആണ്. അപ്പോൾ ഇത് മാത്രം 56, ഇത് 36. സോ 88 കിട്ടി. അപ്പം 180 നിന്ന് 88 മൈനസ് ചെയ്താൽ 92 ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ഇത് 92 കിട്ടി. ഇനി നോക്കിയേ, ഒരു കോൺ, ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ 180 ആണ് അതിൻ്റെ ടോട്ടൽ ആംഗിളിൻ്റെ സമ്മ്. ഇവിടെ നോക്കിയാൽ 47 ഉണ്ട്. ഒരു സൈഡ് ഒരു ആംഗിൾ 47 ആണ്, ഒരു ആംഗിൾ 92 ആണ്. ക്ലിയർ? അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 139 അല്ല കിട്ടുക, 139 കിട്ടും. ഈ 139 180 മൈനസ് ചെയ്താൽ നമുക്ക് ഈ ആൻസർ കിട്ടും. 180 മൈനസ് 139 എന്ത് കിട്ടും? 41 കിട്ടില്ലേ? 41 ആണ് ആൻസർ. സിമ്പിൾ അല്ലേ? ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, മാർക്കറ്റ് പ്രൈസ് ഓഫ് ഡെസ്ക് ഈസ് ഇത്ര തന്നിട്ടുണ്ട്. വാട്ട് ഈസ് വിച്ച് ഈസ് 25% എബോവ് ദ കോസ്റ്റ് പ്രൈസ് ഇഫ് ഇറ്റ് സോൾഡ് അറ്റ് ഡിസ്കൗണ്ട്. സോ എന്താ സിമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്താ നമ്മുടെ ഇക്വേഷൻ എന്താ? എക്സ് സക്സസീവ് ഡിസ്കൗണ്ട് x + y + x × y
ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു എന്താ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഈക്വേഷൻ അത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. കാണുമ്പോൾ തന്നെ നോക്കിയേ, ആദ്യം ഒന്ന് ഇൻക്രീസ് ചെയ്തു, പിന്നെ ഡിസ്കൗണ്ട് കൊടുത്തു. എത്രയാണ്? 25 നമ്മൾ ഇൻക്രീസ് ചെയ്തു, -4. അപ്പോൾ -4 ഇൻറ്റു 20, 4 ഇൻറ്റു 25 100 കിട്ടും, ഡിവൈഡ് ബൈ 100 എത്ര കിട്ടുക? ഇതും 1 ആയി 20 ആണ് കിട്ടുക. 20% ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. 20% പ്രോഫിറ്റ്. സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് പഠിച്ചു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇനി വരുന്ന ഷിഫ്റ്റിലൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്ലിയർ? അടുത്ത് നോക്കാം. ഈ സെയിം ക്വസ്റ്റ്യൻ ഷിഫ്റ്റ് 1 ഉണ്ടായതാണ്. ഷിഫ്റ്റ് 1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ചെയ്താണ് ഈ സെയിം ഇതേപോലത്തെ ക്വസ്റ്റ്യൻ. സോ ഇതെന്താ ചെയ്യുക? ആദ്യം നമുക്ക് 26, 40, 22, 34 ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ എക്സ് ആഡ് ചെയ്താൽ, ഇതിൻ്റെ കൂടെ ഓരോന്നിൻ്റെ കൂടെ എക്സ് ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ 26 + x ഈസ് ടു 40 + x. അങ്ങനെ ചെയ്താൽ എന്താ? അത് പ്രൊപ്പോർഷണൽ ആവുന്ന പറഞ്ഞത്, പ്രൊപ്പോർഷൻ ആവും. സോ എന്താ? 22 + x 34 + x. ഇങ്ങനെ വന്നാൽ നമുക്കറിയാം എങ്ങനെ മാറ്റി എഴുതാം. നമുക്ക് 26 + x ഡിവൈഡ് ബൈ 40 + x ഈക്വൽ ടു 22 + x ഡിവൈഡ് ബൈ 34 + x. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതും. സോ ഞാൻ വേണമെങ്കിൽ സ്റ്റെപ്പ് എഴുതാം. 26 ഇൻറ്റു 34 + x ഈക്വൽ ടു 22 + x 40 + x. നിങ്ങൾ ഒരുപാട് സ്റ്റെപ്പ് ഒന്നും എഴുതരുത്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇവിടുന്ന് തന്നെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എന്താ? 26 34 മൾട്ടിപ്ലൈ ചെയ്യാം. 26 34 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കത് എത്ര കിട്ടും? 64 24 4 കിട്ടി. റിമൈൻഡർ 2 8 6 8 884 പ്ലസ് പിന്നെന്താ 34 20 26 എക്സും 60x പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 22 × 4 88 പിന്നെ ഒരു 0 പ്ലസ് 62x പ്ലസ് എക്സ് സ്ക്വയർ. ഇങ്ങനെയാണ് കിട്ടുക. പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് സ്ക്വയറും ക്യാൻസൽ ആയി പോകും. പിന്നെന്താ? ഇത് രണ്ടിന് എക്സിന് മാത്രം ഒരു സൈഡിൽ വെക്കുക, മറ്റേ സൈഡിൽ പോവുക. സോ എന്ത് കിട്ടും? 2x ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഡിഫറൻസ് 4 ആണെന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 ആണെന്ന് കിട്ടും. അപ്പോൾ എക്സിന് 2 ആണെന്നുള്ള വാല്യൂ കിട്ടി. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം? സെക്കൻഡിൽ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ? 4x എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അതായത് എന്താ? ഇവിടെ നമ്മൾ y ആണ് കണ്ടുപിടിക്കേണ്ടത്. y എന്ന് പറയുന്നത് എന്താണ്? y സ്ക്വയർ എന്ന് പറയുന്നത് 4x ഇൻറ്റു 7x - 6 ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ അറിയാം. എന്താണ്? 2. സോ ഇത് 8 ആണെന്ന് കിട്ടി. 8 ഇൻറ്റു 7 ഇൻറ്റു 2 14 - 6 8. y സ്ക്വയർ ഈക്വൽ ടു 8 ഇൻറ്റു 8. അപ്പോൾ y എന്താണ്? y ഈക്വൽ ടു 8 ആണെന്ന് കിട്ടി. ക്ലിയർ? സിമ്പിളാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കി വെക്കുക. നമ്മൾ 2 ഷിഫ്റ്റിലും ചോദിച്ചാണ്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അതുലിൻ്റെ സാലറി ഇത്രയാണ്. ഹി സ്പെൻഡ് 6000 ഓൺ ഹിസ് ഹൗസ് റെന്റ് ആൻഡ് 2500 ഓൺ ബില്ല് ആൻഡ് റെസ്റ്റ് ഇൻ ഹിസ് മന്ത്ലി സേവിങ്സ്. അപ്പോൾ എത്രയാണ്? 6000 2500 8500. ബാക്കി എത്രയാണ്? സേവിങ്സ് ബാക്കി എത്രയാണ്? സേവിങ്സ് എന്ന് പറയുന്നത് 1500 ആണ് ബാക്കിയുള്ളത്. ക്ലിയർ? ഫൈൻഡ് ഹിസ് സേവിങ്സ് ഇൻ എ ഇയർ. If in the month of his birthday he spent all his monthly savings on celebrating his birthday. അതായത് ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾ അതുൽ ചെയ്യുന്നത് വെച്ചാൽ മന്ത്ലി 1500 രൂപ സേവ് ചെയ്യും. എന്നിട്ട് അയാളെ ബർത്ത്ഡേൻ്റെ മന്തിൽ അത് ഫുള്ള് സ്പെൻഡ് ചെയ്യും. അപ്പോൾ എന്താണ്? ഒരു മന്ത് 1500 സേവ് ചെയ്യും. ബർത്ത്ഡേ മന്തിൽ എന്ത് ചെയ്യും? അത് ഫുള്ള് സ്പെൻഡ് ചെയ്യും. അപ്പോൾ എന്താ? ഇൻറ്റു 12 ആണോ? അല്ല. കാരണം കഴിഞ്ഞ 11 മാസത്തെ സേവ് ചെയ്യും, 12ാമത്തെ മാസം അത് ഫുള്ള് സ്പെൻഡ് ചെയ്യും. ക്ലിയർ? അപ്പോൾ എത്ര മാസത്തെയാ ബാക്കിയുള്ളത്? അപ്പോൾ 11 മാസത്തെയാണ് ഇവിടെ ചെയ്യേണ്ടത്. 11 മാസത്തെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 0 പിന്നെന്താ 561.
ഓപ്ഷൻ ഡി ആണ്. 11 ഇൻറ്റു മൾട്ടിപ്ലൈയുടെ 12 ചെയ്യരുത്. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് ചെയ്യാം. നെക്സ്റ്റ് ദാ സെയിം ക്വസ്റ്റ്യൻ. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനില്ലേ ആ സെയിം ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്താ? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ. ഇത് ഞാൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതല്ല, എക്സാമിന് ചോദിച്ചതാണ്. സെയിം ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ മീൻസ് വാല്യൂസ് മാറ്റിയിട്ടുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. എന്താണ്? IRL ഈക്വൽ ടു 5400, 5400. അപ്പം എന്താ? ഡയമീറ്റർ തന്നു 144. അപ്പം അതിൻ്റെ പകുതി എന്താണ്? 72. സോ പൈ ഇൻറ്റു 72 ഇൻറ്റു L ഈക്വൽ ടു 54. ഇത് എം അല്ല, പൈ ആണ്. സോ എന്താ? ഇവിടുത്തെ പയ്യും ഈ പയ്യും ക്യാൻസലായി. ബാക്കി എന്താ? L ഈക്വൽ ടു 5400, 5400 ബൈ 72. സോ ഇതെങ്ങനെ കട്ട് ചെയ്യാം? 9 വെച്ച് കട്ട് ചെയ്തോടെ നമുക്ക്. 9 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8, 6. ഇനിയോ 4, 3. സോ 300 ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 75. അപ്പം L എന്ന് പറയുന്നത് എന്ത് കിട്ടി? 75 ആണെന്ന് കിട്ടി. L 75 കിട്ടി. അപ്പം നമുക്ക് ഇതാ 72, 75. ഇവിടെ എവിടെയെങ്കിലും ഒരു ട്രിപ്ലറ്റ് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഇത് വെച്ച് ചെയ്താലും കിട്ടും. എന്താ? നമ്മുടെ എന്താ പൈതഗോറസ് തിയറം വെച്ച് ചെയ്താലും നമുക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ട്രിപ്ലറ്റ് ഓർമ്മയുണ്ടോ നോക്കാം. ഈ ട്രിപ്ലറ്റ് എന്തായിരിക്കും? നമ്മൾ ഇതിൻ്റെ റേഷ്യോ കാണാം. ഇത് കട്ട് ചെയ്ത് നോക്കാം. 3 വെച്ച് കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 24 കിട്ടും. ഇത് 25 കിട്ടും. ഓക്കെ. അപ്പോൾ 24, 25 വന്നാൽ നമുക്കറിയാം എന്താ അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 7 ആയിരിക്കും. സോ 7 ആയിരിക്കും. ക്ലിയർ? 7 ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഇതിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 7 ഇൻറ്റു 3 21. അതാണ് ആൻസർ കിട്ടുക. അങ്ങനെ ട്രിപ്ലറ്റ് നമ്മൾ പഠിച്ചു വെച്ചാൽ, കുറച്ച് ട്രിപ്ലറ്റ് പഠിച്ചു വെച്ചാൽ നമുക്ക് എന്താ ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ എന്താ പൈതഗോറസ് അപ്ലൈ ചെയ്യണം, ഇതിൻ്റെയൊക്കെ സ്ക്വയർ എടുക്കണം, അതൊക്കെ കുറച്ച് പണിയാണ്. ക്ലിയർ? അപ്പം അങ്ങനെയാണ് ചെയ്യാം. ഇനി നിങ്ങൾ സ്ക്വയേഴ്സും ക്യൂബ്സും ഒന്നും കാണാൻ അറിയില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാൻ നിങ്ങൾ, അത് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും അറിഞ്ഞിരിക്കുന്നത്, അത് കാണാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ആംഗിൾ സബ്സ്റ്റൻഡ് ബൈ കോഡ്? അപ്പോൾ ഒരു എന്താ സർക്കിളിൻ്റെ ആണ് പറയുന്നത്. കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും രണ്ട് സൈഡ് പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈനിനെയാണ് കോഡ് എന്ന് വിളിക്കാം. അപ്പോൾ കോഡ് വരച്ചു. കോഡിൻ്റെ ഏതൊക്കെയാണ്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ആംഗിൾ സബ്സ്റ്റൻഡ് ബൈ കോഡ് ഓഫ് സർക്കിൾ അറ്റ് ദ സെൻറ്റർ ടു ദ ആംഗിൾ സബ്സ്റ്റൻഡ് ബൈ എനി പോയിന്റ്. അതായത് ഇത് സെൻറ്ററാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കോഡ് സെൻറ്ററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും അതുപോലെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് എടുക്കാം, ഈ പോയിന്റ് ആയി ഉണ്ടാക്കുന്ന ആംഗിളും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിക്കുന്നത്. സോ എന്താ? നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചാണ്. എന്താണ്? നമ്മൾ ക്ലാസ്സിൽ പഠിച്ചില്ലേ? ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ പഠിച്ചു, റിവിഷൻ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്. ഇത് തീറ്റ ആണെങ്കിൽ ഇതെന്തായിരിക്കും? 2 തീറ്റ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചു വെക്കുന്നതാണ്. ഇത് മാത്രമല്ല, വേണമെങ്കിൽ ഇതാ നമുക്ക് എത്ര ഈ കോഡിനെ ചേർത്തിട്ട് നമുക്ക് എത്ര ഇത് വരച്ചാലും തീറ്റ ആയിരിക്കും. ഏത് പോയിന്റിൽ ഇങ്ങനെ വരച്ചാലും, ഇതാ ഇങ്ങനെ ഏത് പോയിന്റിൽ വരച്ചാലും ഇത് തീറ്റ ആയിരിക്കും. സോ എന്താ? സെൻറ്റർ ആംഗിളും ഇവിടെ ചോദിക്കുന്നത് എന്താ? സെൻറ്ററിൻ്റെ ആംഗിൾ 2 തീറ്റ, അതുപോലെ ഏതോ ഒരു പോയിന്റ് തമ്മിലുള്ള ആംഗിൾ തീറ്റ. അപ്പം എന്താണ്? 2:1 ആണ് കേട്ടോ റേഷ്യോ. ക്ലിയർ? ഇനി ഇതാ ഹാഫ് സർക്കിൾ ആണെങ്കിൽ നോക്കിയേ, ഇതാണ് ഹാഫ് സർക്കിൾ. അപ്പോൾ ഈ ഇത് നോക്കിയേ, സെൻറ്റർ ആയിട്ടുള്ള ഇതാ ഈ 2 കോഡിൻ്റെ ഇത് 150 ആണ്. അപ്പോൾ ഈ 2 കോഡ് കണക്ട് ചെയ്യുന്ന ഏത് പോയിന്റ് വരച്ചാലും ഇത് 90 ആയിരിക്കും. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. വരുന്ന എക്സാമിന് ചിലപ്പോൾ ഇത് ചോദിക്കാം. ഇത് 90 ആയിരിക്കും. ക്ലിയർ? അതായത് സെൻറ്റർ എന്ന് വരയ്ക്കുന്ന ഒരു കോഡ് എന്നെ നമ്മൾ എന്ത് പറയും? ഡയമീറ്റർ എന്ന് പറയും. അപ്പോൾ ഇത് 180 ആണ്. അപ്പോൾ ഇതാ അതുമായി ജോയിൻ ചെയ്യുന്ന മറ്റേത് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ഇതും 90 ആയിരിക്കും. പഠിച്ചു വെക്കുക. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വൈൽ കവറിങ് എ ഡിസ്റ്റൻസ് ഓഫ് 37 കിലോമീറ്റർ,
എത്രയാണ് 37. എ മാൻ നോട്ടീസ് ദാറ്റ് ആഫ്റ്റർ സൈക്ലിംഗ് ഫോർ 1 hour 5 minutes the distance covered by him was എത്രയാ 4/3 ഓഫ് ദ റിമൈനിങ് ഡിസ്റ്റൻസ്. വാട്ട് വാസ് ദ സ്പീഡ്? അപ്പോൾ ഇവിടെ സ്പീഡാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം അയാൾ എത്രയാ d കിലോമീറ്റർ ട്രാവൽ ചെയ്തു. എത്രയാ d കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ ടൈം എത്ര എടുത്തു? 1 hour 5 minutes. അപ്പോൾ എത്ര 65 minutes ട്രാവൽ ചെയ്യാൻ എടുത്തു. ഡിസ്റ്റൻസ് d ആണ്. ഇനി അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഇതാണ്. അപ്പോൾ ബാക്കിയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 37 മൈനസ് d ആയിരിക്കില്ലേ? ക്ലിയർ? d ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ 65 മിനിറ്റ് എടുത്തു. ബാക്കിയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 37 മൈനസ് d ആയിരിക്കും. അപ്പോൾ അത്രയും ക്ലിയർ ആണ്. ഇനി നമുക്കറിയാം ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പം ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ക്ലിയർ? അത് നമ്മൾ നോക്കി നോക്കാം. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഹിം വാസ് 4/3 ഓഫ് ദ റിമൈനിങ് ഡിസ്റ്റൻസ്. അപ്പോൾ ആദ്യം അയാൾ കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്താ? d എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡിസ്റ്റൻസിൻ്റെ 4/3 ആണ്. അപ്പോൾ രണ്ടാമത്തെ ഡിസ്റ്റൻസിൻ്റെ 4/3 ആണ്. അപ്പോൾ രണ്ടാമത്തെ ഡിസ്റ്റൻസ് എത്രയാ? 37 മൈനസ് d ആണ്. ക്ലിയർ? ഇങ്ങനെയാണ് കിട്ടുക. സോ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3d ഈക്വൽ ടു 4 ഇൻറ്റു 37 148 മൈനസ് 4d എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് അങ്ങോട്ട് പോയാൽ 7d ഈക്വൽ ടു 148 d ഈക്വൽ ടു 148/7 ആണെന്ന് കിട്ടും. d എന്ന് പറയുന്നത് 148/7 ആണെന്ന് കിട്ടും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ക്ലിയർ? നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? സ്പീഡാണ്. സോ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതാണ് നമുക്ക് അറിയുന്ന ഇക്വേഷൻ. ഇവിടുന്ന് നമ്മൾ നോക്കിയാൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം. എത്രയാ? 148/7 ആണ്. ഡിവൈഡ് ബൈ ടൈം. ടൈം എത്രയാണ്? 65 മിനിറ്റ്. 65 മിനിറ്റിന് നമ്മൾ ഹവറിലേക്ക് മാറ്റണം. കാരണം എന്താ? ഇതൊക്കെ ഹവറിലാണ്. അപ്പോൾ കിലോമീറ്ററിൽ ഹവറിലൊക്കെയാണ് തന്നിട്ടുള്ളത് കണ്ടുപിടിക്കേണ്ടത്. സോ മിനിറ്റിനെ ഹവറിലേക്ക് മാറ്റാൻ നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? 148/7 ഇൻറ്റു 60/65. ക്ലിയർ? 60/65. ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാമല്ലോ. എങ്ങനെയാ? ഇത് 5 കൊണ്ട് കട്ട് ചെയ്താൽ 12 കിട്ടും. ഇത് 13 കിട്ടും. ഇനി ഒന്നുമില്ല. ഡിനോമിനേറ്റർ നോക്കിയാൽ 7 ഇൻറ്റു 13. 7 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 70 പ്ലസ് 21. ഡിനോമിനേറ്ററിൽ 91 ആണെന്ന് വരും. ക്ലിയർ? ന്യൂമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്താലോ? ന്യൂമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 140 ഇൻറ്റു 10 ചെയ്താൽ 148 ഇൻറ്റു 0 1480 കിട്ടും. ഇൻറ്റു 2 ചെയ്താൽ 298 കിട്ടും. ആഡ് ചെയ്താൽ എത്ര കിട്ടും? 6771 എന്ന് കിട്ടും. 1776 ഇത്രയാണെന്ന് കിട്ടും. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ അപ്രോക്സിമേറ്റ് ആണ് ചോദിക്കുന്നത്. എന്താ റൗണ്ടഡ് ഓഫ് ഡെസിമൽ പ്ലേസ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. കാരണം നോക്കിയാൽ നമ്മൾ ഇതിനെ ഒരു 90 എടുക്കാം. 90 ഇൻറ്റു 2 ആണ് 150. അപ്പോൾ 91. അപ്പോൾ ഇതെന്താ കിട്ടണം? 1800 സംതിങ് ആണ് ഇവിടെ കിട്ടേണ്ടത്. ക്ലിയർ? അതിനടുത്തുള്ള വാല്യൂ ആണ്. അതായത് ഇത് കട്ട് ചെയ്യുമ്പോൾ 20 കിട്ടിയാൽ എന്താ? 1800 സംതിങ് കിട്ടും. മനസ്സിലായോ? അതായത് ഇവിടെ ഡിനോമിനേറ്ററിൽ 91 ആണുള്ളത്. സോ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആൻസർ 20 കിട്ടിയാൽ 20 ഇൻറ്റു 91 എന്ന് പറഞ്ഞാൽ 1800 സംതിങ് കിട്ടും. അപ്പോൾ 20-ന് കുറച്ച് കുറവായിരിക്കും നമ്മുടെ ആൻസർ. അങ്ങനെയുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എത്രയാ? 19.5. ഓപ്ഷൻ 19.5 ആണ്. ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് കിട്ടിയോ? 1776 ഡിവൈഡ് ബൈ 91. അപ്പോൾ ഇത് 1800 സംതിങ് ആണെങ്കിൽ നമുക്ക് 91 കൊണ്ട് കറക്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? കറക്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 കിട്ടും. പക്ഷേ ഇതെന്താണ്? 1700 ആണ്. അപ്പോൾ 20-ന് കുറച്ച് താഴെയായിരിക്കും. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഈ 14 എന്ന് പറയുന്നത് കുറേ താഴെയായിപ്പോയി. അതെന്തായാലും വരില്ല. 20-ൽ കൂടുതലുള്ള വാല്യൂം വരില്ല. എന്തായാലും വരുന്നത് എന്താ? 20. എന്താ? 20-ൻ്റെ അടുത്തുള്ള വാല്യൂ. 20-ൻ്റെ അടുത്തുള്ള വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഡി ആണ്. ക്ലിയർ? 19.5.
ഇങ്ങനെയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 17 ക്വസ്റ്റ്യനായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ടോപ്പ് ഓഫ് ടവർ. അപ്പോൾ ഒരു ടവർ ഉണ്ട്, അതിൻ്റെ ടോപ്പ് ഓഫ് ടവർ ഫ്രം എ പോയിന്റ് ഓഫ് ഗ്രൗണ്ട് ഈസ് എത്രയാ? എലിവേഷനാണ് പറയുന്നത്, ഗ്രൗണ്ടിൽ നിന്ന് എത്രയാ? 30 ആണെന്ന് പറഞ്ഞു. ഇനി എന്താ പറയുന്നത്? ദാറ്റ് പോയിന്റ് ഈസ് 48 മീറ്റർ എവേ ഫ്രം ദ ഫുട്ട്, അതായത് ഫുട്ട് ഓഫ് ദ ടവർ. ടവറിൻ്റെ ഫുട്ടിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്രയാ? 48 ആണെന്ന് പറഞ്ഞു. ഇത്രയാണ് തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ ഹൈറ്റ്. ഹൈറ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സിമ്പിൾ അല്ലേ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ടാൻ തീറ്റ ചെയ്യാം. ടാൻ 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് എച്ച് ബൈ അഡ്ജസൻറ്റ് 48. സിമ്പിൾ അല്ലേ? ടാൻ 30 എത്രയാണ്? 1/√3 ഈക്വൽ ടു എച്ച് ബൈ 48. ക്ലിയർ? എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? എച്ച് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എച്ച് ഈക്വൽ ടു 48/√3. ആൻസർ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ 48 എങ്ങനെ എഴുതാം? 16 × 3 എന്ന് എഴുതാമല്ലോ. 48 16 × 3 എന്ന് എഴുതാം, /√3. ക്ലിയർ? അപ്പോൾ ഈ 3 നമുക്ക് എങ്ങനെ എഴുതാം? 16 × 3 നമുക്ക് √3 × √3 എന്ന് എഴുതാം, /√3 ഉണ്ട്. ഇതും ക്യാൻസൽ ആയി. ആൻസർ എന്ന് പറയുന്നത് 16√3. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. സിമ്പിൾ അല്ലേ? അപ്പം ഇങ്ങനെയാണ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ പൈപ്പ് ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 10 മിനിറ്റ്. അപ്പോൾ പൈപ്പ്, എന്ന പൈപ്പ്, ഒരു പൈപ്പ്, ഓക്കെ, 10 മിനിറ്റ് കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യും. അനദർ പൈപ്പ് ബി എന്ന് കൊടുക്കാം, എന്താ? അത് എം ടി ചെയ്യും. എത്രയാ? കംപ്ലീറ്റ്ലി ഫിൽഡ് ടാങ്ക് 20 മിനിറ്റ് കൊണ്ട് എം ടി ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇഫ് ബോത്ത് പൈപ്സ് ആർ ഓപ്പൺഡ് സൈമൾട്ടേനിയസ്ലി ഇൻ ടു ദ എം ടി ടാങ്ക്, ദെൻ ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു ഫിൽ ദ ടാങ്ക് കംപ്ലീറ്റ്ലി? സിമ്പിളാണ്. എന്താ? ഇതിൻ്റെ എൽസിയം എത്രയാണ്? 20. ഇവിടെ എന്താ? അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2 കിട്ടും, ഇവിടെ -1 കിട്ടും. അപ്പോൾ 1 മണിക്കൂറിൽ, മിനിറ്റ് അല്ല, ഒരു മിനിറ്റിൽ എത്രയാ കിട്ടും? 1 യൂണിറ്റ് ആണ് ഫില്ല് ചെയ്യുക. സോ 20 യൂണിറ്റ് ഫില്ല് ചെയ്യാൻ /1 ചെയ്താൽ 20 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ? അറിയില്ലേ? അപ്പോൾ ഇത് അറിയാത്തവർ റിവിഷൻ സീരീസ് കാണാം, യൂട്യൂബിൽ തന്നെ ഉണ്ട്. ക്ലിയർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, ഇവിടെ നോക്കിയാൽ എന്താ? മാർക്സ് ഓഫ് 12 സ്റ്റുഡൻറ്റ് ഇൻ എ സ്റ്റാറ്റി ആർ എക്സ്. ഇത് കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. വേർ എക്സ് ആൻഡ് വൈ ആർ ലോവസ്റ്റ് ആൻഡ് ഹയസ്റ്റ്. എക്സ് എന്ന് പറയുന്നത് ലോവസ്റ്റ് ആണ്, വൈ എന്ന് പറയുന്നത് ഹയസ്റ്റ് ആണ്. ഇഫ് ദ റേഞ്ച് ആൻഡ് ആവറേജ് ഓഫ് ദ മാർക്ക് 70 ആൻഡ് 64 റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദ ഓർഡേർഡ് പെയർ എക്സ് വൈ. അപ്പോൾ എക്സും വൈ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്കൊന്നുമില്ല, റേഞ്ചിൻ്റെ ഇക്വേഷൻ അറിയാം. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ. ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത്. സോ മാക്സിമം വാല്യൂ എന്താണ്? ഇവിടെ വൈ ആണ് മാക്സിമം വാല്യൂ. മിനിമം വാല്യൂ എന്താണ്? എക്സ് ആണ്. എന്ന് പറയുന്നത് റേഞ്ച് ആണ്. റേഞ്ച് എന്ന് പറയുന്നത് 70 ആണ്. അത് നമുക്ക് കിട്ടിയില്ലേ? ഇനി അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നോക്കിയാൽ എന്താ? മിനിമം വാല്യൂ എക്സ് എന്ന് പറയുന്നത് 28 എന്തായാലും താഴെയായിരിക്കും. സോ നമുക്കിതാ ഇതും ക്യാൻസൽ ചെയ്യാം, ഇതും ക്യാൻസൽ ചെയ്യാം. എന്തായാലും അത് രണ്ടും അല്ല, കാരണം എക്സ് എന്ന് പറയുന്നത് ഏറ്റവും ചെറുതാണ്, 28 താഴെയാണ്. അത് ക്യാൻസൽ ചെയ്യാം. പിന്നെ നമുക്കറിയാം ഇതൊക്കെ ആഡ് ചെയ്താൽ സം എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ ആഡ് ചെയ്യാം. 28, 35, 56 ഇതൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് 8, 4, 6 648 എന്ന് കിട്ടും. അപ്പോൾ ഇത്ര ആഡ് ചെയ്താൽ നമുക്ക് 648 കിട്ടും. അതിൻ്റെ കൂടെ എന്താ? എക്സ് വൈ, ഓക്കെ, ഇത്രയും ആഡ് ചെയ്യുന്നു. ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാ? 12. സം ഡിവൈഡ് ബൈ എത്ര ടോട്ടൽ നമ്പർ ചെയ്താൽ നമുക്ക് ആവറേജ് കിട്ടില്ലേ? ആവറേജ് എത്രയാ? ഇവിടെ തന്നു. എന്താ? ആവറേജ് എന്ന് പറയുന്നത് 64 ആണെന്ന് തന്നു. ക്ലിയർ? ആവറേജ് എന്ന് പറയുന്നത് 64 ആണെന്ന് തന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നോക്കിയേ, 648 പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 12 × 64. അപ്പോൾ 640 768 കിട്ടും. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇനി ഇവിടുന്ന് എക്സും വൈയും കണ്ടുപിടിക്കാമല്ലോ, എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാമല്ലോ. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്?
768 മൈനസ് 640, അപ്പം 120 എക്സ് പ്ലസ് വൈ എന്ന് കിട്ടാം. ക്ലിയർ? എക്സ് പ്ലസ് വൈ 120 കിട്ടി. ക്ലിയർ? അപ്പോൾ നമ്മളൊരു കാര്യം നോക്കണം. ഇപ്പോൾ വൈ മൈനസ് എക്സ് നോക്കിയാൽ വൈ മൈനസ് എക്സ് 70. ഇത് മൈനസ് ചെയ്താലും 70 കിട്ടും, ഇവിടെ മൈനസ് ചെയ്താലും 70 കിട്ടും. പക്ഷേ ഇവിടെ നോക്കിയേ, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 120. അപ്പോൾ ഏത് രണ്ട് വാല്യൂ നോക്കുമ്പോൾ 120 നമുക്ക് കിട്ടും ഇവിടെ. എന്തായാലും ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 120 കിട്ടില്ല. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 120 കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? ഇങ്ങനെയാണ് ചെയ്യുക. മനസ്സിലായോ? ഇത് നോക്കിയാൽ ഈ രണ്ട് വാല്യൂ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 70 കിട്ടുക. പക്ഷേ സിയിൽ മാത്രമാണ് നമുക്ക് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 120 കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പോൾ അത്രയും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തു. ആ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്തേ? വാല്യൂ കൊടുത്തു. വാല്യൂ പുട്ടിംഗ് മെത്തേഡാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കിവിടെ വേണമെങ്കിൽ എക്സിന് 1 ഇട്ടാൽ ഇതിലെ വാല്യൂസ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എക്സിന് 1 ഇട്ടാൽ 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 3ഉം 10ഉം എത്രയാ? 13ഉം 8ഉം 21 കിട്ടും. എല്ലാം ഡിഫറെൻറ്റ് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഇട്ട് കൊടുക്കാം. ഇവിടെ 1 ഇട്ട് കൊടുത്താലോ? 12 4 16 8 24. ഇവിടെയോ 10 16 കിട്ടും. ഇവിടെ ചെയ്താൽ 20 കിട്ടും. അപ്പോൾ 1 കൊടുത്താൽ ഡിഫറെൻറ്റ് വാല്യൂ കിട്ടുന്നുണ്ട്. സോ നമ്മളിതാ എക്സിന് 1 എന്ന വാല്യൂ കൊടുക്കുന്നു. ഇതിൽ 1 എന്ന വാല്യൂ കൊടുത്താൽ 1 ഇവിടെ 5 സ്ക്വയർ കിട്ടും. മൈനസ് 2 സ്ക്വയർ എന്താ? 25 മൈനസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 21. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ആ കാര്യം മനസ്സിലായോ? നമ്മൾ വാല്യൂ പുട്ടിംഗ് മെത്തേഡാണ്. അതായത് എക്സിന് 1 എന്ന വാല്യൂ നമ്മൾ അസ്യൂം ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടി. അപ്പോൾ ആൻസർ ചെയ്യുമ്പോഴും 1 കിട്ടണം. ക്ലിയർ? അപ്പോൾ എന്താണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. രണ്ടും ഇത് ചെയ്യുമ്പോൾ നമുക്ക് 21 കിട്ടി. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ 21 കിട്ടണം. രണ്ടും 21 കിട്ടുന്ന ആൻസർ ഏതാണ്? അപ്പോൾ അത് എടുക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് ഇവിടെ നോക്കിയേ, ഇത് മോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്, ഇവിടെ എന്താ? എക്സ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ സിമ്പിളാണ്. ഇവിടെ നമുക്ക് മോഡിൻ്റെ ഇക്വേഷൻ അറിയാം. മോഡ് എന്ന് പറയുന്നത് എന്താണ്? എൽ പ്ലസ് എഫ് മൈനസ് F1 ഡിവൈഡ് ബൈ എഫ് മൈനസ് F1 ഇൻറ്റു പ്ലസ് എഫ് മൈനസ് F2 അല്ലേ, ഇൻറ്റു എച്ച്. ക്ലിയർ? ഒന്നുമില്ല, മോഡിൻ്റെ വാല്യൂ തന്നു. എത്രയാണ്? 140 തന്നു. എൽ അപ്പോൾ ഈ എക്സ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇവിടുത്തെ ലോവസ്റ്റ് വാല്യൂ 140 പ്ലസ് എഫ് എന്ന് പറയുന്നത് ഈ വാല്യൂ തന്നെയാണ്. അപ്പോൾ എക്സ് എന്ന് കൊടുക്കുക. മൈനസ് F1 എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ വാല്യൂ F1, ഇത് F2, ഇത് എഫ്. സോ എത്രയാണ് വാല്യൂ? F1 എന്ന് പറയുന്നത് 33 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 33, ഇവിടെ എക്സ് മൈനസ് 31. ഇങ്ങനെയാണ് കിട്ടുക. സോ ഇത് നമ്മൾ ഒരുപാട് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? ആവശ്യമില്ല. കാരണം ഇത് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എന്ത് കിട്ടും? ഇവിടെ 0 കിട്ടും. പിന്നെയോ? അപ്പോൾ ഇവിടെ 0 കിട്ടിയാൽ എന്താ? ഇത് മാറ്റിയിട്ട് എഴുതാം. അപ്പോൾ ഇത് 0 കിട്ടില്ല നമുക്ക് ഇവിടെ 0 കിട്ടി. പിന്നെ നോക്കിയേ, ഈ വാല്യൂവിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ആ ടേം ഫുള്ള് 0 ആയി. ബാക്കി നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കിട്ടുന്നത് എക്സ് മൈനസ് 33 ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 33 ആണെന്ന് കിട്ടും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ബി ആണ് ആൻസർ. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇത്രയും സിമ്പിളാണ് ആൻസേഴ്സ് ഒക്കെ. ക്ലിയർ? അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചെയ്യുക. ഇനി എ വെണ്ടർ സോൾഡ് 5 ചോക്ലേറ്റ്സ് ഫോർ 1 റുപ്പീസ്. അപ്പോൾ എത്ര? 5 ചോക്ലേറ്റിന് 1 റുപ്പീസ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റിൽ ചെയ്തു. ക്ലിയർ? 5 ചോക്ലേറ്റ് 1 രൂപയ്ക്ക് പറ്റും. അപ്പോൾ ഒരു ചോക്ലേറ്റിന് എത്രയായിരിക്കും? ഒരു ചോക്ലേറ്റിന് 1/5 ആയിരിക്കും അല്ലേ? ദെയർ ബൈ മേക്കിംഗ് എ പ്രോഫിറ്റ് ഓഫ് 40%. ഹൗ മെനി ചോക്ലേറ്റ് ഡിഡ് ഹി ബൈ ഫോർ 1 റുപ്പീസ്? സോ ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്, അതായത് ഒരു ചോക്ലേറ്റിന് പ്രൈസ് എത്രയാണ്? 1/5 ആണ്. ഒരു ചോക്ലേറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1/5. അപ്പോൾ ഈ 1/5 വിറ്റാൽ ഇയാൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും? 1/5 വിറ്റാൽ ഇയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 40%. 40% പ്രോഫിറ്റ്. ഒരു ചോക്ലേറ്റിന്
1/5 വിറ്റാൽ 40% പ്രോഫിറ്റ്. അതായത് കോസ്റ്റ് പ്രൈസിൻ്റെ എത്രയാണ് 140% എന്ന് പറയുന്നതാണ് 1/5 എന്ന് പറയുന്നത്. ക്ലിയർ? ഹൗ മെനി ചോക്ലേറ്റ് ഡിഡ് ഹി ബൈ? അപ്പം നമുക്ക് ഇവിടെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചാൽ 1 രൂപയ്ക്ക് കറക്റ്റായി എത്ര രൂപ എത്ര സാധനം വാങ്ങാം, എത്ര ചോക്ലേറ്റ് വാങ്ങാം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. നമ്മളിവിടെ കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതും കട്ട് ചെയ്തു. ബാക്കി നമുക്ക് നോക്കിയാൽ CP കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 1/5 ഇൻറ്റു 10/14. ക്ലിയർ? സോ എന്ത് കിട്ടും? ഇവിടെ 2 കിട്ടി. സോ എന്ത് കിട്ടി? 1/7 ആണ് ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ്. 1/7 ആണ് കോസ്റ്റ് പ്രൈസ്. സോ 1 രൂപയ്ക്ക് എത്ര വാങ്ങാം? ഒരു സാധനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1/7 ആണ്. അപ്പോൾ 1 രൂപയ്ക്ക് എത്ര വാങ്ങാം? 1 രൂപ ഡിവൈഡ് ബൈ ഇതിൻ്റെ പ്രൈസ് 1/7. ആൻസർ എന്ന് പറയുന്നത് 7. അപ്പോൾ 7 എണ്ണം വാങ്ങാം. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പോൾ 7 എണ്ണം നമുക്ക് വാങ്ങാൻ പറ്റും. നെക്സ്റ്റ് അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ. 2 ടാക്സീസ് സ്റ്റാർട്ട് ഫ്രം എ ടാക്സി സ്റ്റാൻഡ് അറ്റ് ഇൻ്റർവെൽ ഓഫ് 28 മിനിറ്റ്. അപ്പോൾ 2 ടാക്സി ഉണ്ട്, 28 മിനിറ്റിൻ്റെ ഡിഫറൻസിൽ സ്റ്റാർട്ട് ചെയ്തു. എത്ര? 2 ടാക്സിൻ്റെ സ്പീഡ് 74 km/h, ട്രാവലിംഗ് ഇൻ സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. എ മാൻ കമ്മിങ് ഫ്രം എ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടുവേർഡ്സ് ടാക്സി സ്റ്റാൻഡ് മീറ്റിംഗ് ടാക്സി അറ്റ് ദ ഇൻ്റർവെൽ ഓഫ് 48 മിനിറ്റ്. ക്ലിയർ? അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അതായത് ഇതാണ് ഡിസ്റ്റൻസ് എന്ന് വിചാരിക്കാം. അതായത് ഇവിടെ ഒരു ടാക്സി ഉണ്ട്, ടാക്സി 1, ഇവിടെ ടാക്സി 2. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് D ആണെന്ന് വിചാരിക്കാം. ക്ലിയർ? ഡിസ്റ്റൻസ് D. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അതായത് ഇവരുടെ സ്പീഡ് എന്താണ്? അതായത് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവരുടെ സ്പീഡ് എന്താണ്? 74 ആണ്. ഇൻറ്റു ടൈം എന്താണ്? 28 മിനിറ്റ് ആണ്. അപ്പോൾ അവറിലേക്ക് മാറ്റിയാൽ 28/അവർ 60. ഇതാണ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? അത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരാൾ എന്താ ഇതിനെ 10 മിനിറ്റ് കൊണ്ട് കാണാൻ പറ്റി. അതായത് ഈ സെയിം ഡിസ്റ്റൻസ് ആണ് ഇവിടുന്ന് ഇവിടത്തേക്ക്. അപ്പോൾ ഫസ്റ്റത്തെ വണ്ടീനെ കണ്ടു അയാൾ, പിന്നത്തെ ടാക്സി ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു, അയാൾ ഇങ്ങോട്ട് വരുന്നു. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് രണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ ഉള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? അപ്പോൾ ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര മിനിറ്റ് കൊണ്ടാ? ടൈം എന്ന് പറയുന്നത് 10/60. ഓക്കെ, അപ്പോൾ 10/60 ടൈം കൊണ്ടാണ് ഈ മീറ്റ് ചെയ്ത ആൾ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ പോകുന്നു. അപ്പോൾ അത് മീറ്റിംഗ് പോയിന്റ് കിട്ടണമെങ്കിൽ, അതായത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എന്താണ് ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് 10/60 ആണ്. പിന്നെ ഇൻറ്റു എന്താണ് നമുക്ക് സ്പീഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതുകൊണ്ട് സ്പീഡ് എന്ന് പറയുന്നത് രണ്ടും ആഡ് ചെയ്യണം. ഒരാളെ സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ വരുന്ന ആളെ സ്പീഡാണ് x ആണെങ്കിൽ മറ്റേ ടാക്സിൻ്റെ സ്പീഡ് 74. ഇങ്ങനെയാണ് കിട്ടുക. ക്ലിയർ? അത് മനസ്സിലായില്ലേ? അപ്പോൾ ഈ 2 ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം അല്ലേ? ഈ 2 ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ ആൻസർ ആയി. മനസ്സിലായോ? ഇവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവരുടെ സ്പീഡിൻ്റെ സമ്മ് ഇൻറ്റു എത്ര ടൈമാണ് കൊണ്ടാണ് ഇവർ മീറ്റ് ചെയ്യുന്നത്. അതാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഈ 2 ഡിസ്റ്റൻസ് സെയിം ആണ്. ഇനി ഇവിടെ നമുക്ക് ആൻസർ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഇനി എന്ത് ചെയ്യുക? ഈ 10 ഇങ്ങോട്ട് പോവുക. 10 ഇങ്ങോട്ട് പോകുമ്പോൾ ആദ്യം ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2 7 0 2 ഡിവൈഡ് ബൈ 10 മൈനസ് 74. ക്ലിയർ? ഈക്വൽ ടു x ആണെന്ന് കിട്ടും. ഇനി എന്ത് കിട്ടും? ഇത് 0.2 മൈനസ് 7 d4. അപ്പോൾ ആ പോയിന്റ് എന്താണ് കിട്ടുക? ഇത് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 0.2 ഉള്ള വാല്യൂ അല്ലേ ആൻസർ കിട്ടുക? 0.2 ഉള്ള വാല്യൂ ഓപ്ഷൻ ഡി ആണ് ആൻസർ കിട്ടുക. യൂണിറ്റ് പ്ലേസ് മാത്രം നോക്കുക, 0.2 ഉള്ള വാല്യൂ ആണ് ആൻസർ കിട്ടുക. ക്ലിയർ? അടുത്തത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, ഇത് കട്ട് ചെയ്യുക, 12 കിട്ടും. ബാക്കി എന്താണ്? 12ഉം
ഇതും 82 -1 81 ആൻസർ കിട്ടുക അല്ലേ? 81 ആൻസർ കിട്ടുക. അപ്പോൾ ഇതുപോലത്തെ സിംപ്ലിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ബോർഡ് മാസ് അറിയുന്ന ഒരാൾക്ക് ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് എന്താ ഈ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിസ്ക്രിമിനന്റ് ഓഫ് ദ ഇക്വേഷൻ? അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതുപോലെ ഓൾസോ ഡിറ്റർമൈൻ ദ ഹൗ മെനി റിയൽ റൂട്ട്സ്. ഓക്കെ, റിയൽ റൂട്ട് ആണ് ഫൈൻഡ് ചെയ്യാൻ പറയുന്നത്. സോ ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞാൽ b² - 4ac ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ b ഇതാണ്. അപ്പോൾ എന്താ b² 4 -4 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ 1, c എന്ന് പറഞ്ഞാൽ 13. സോ എന്താ 4 ഇൻറ്റു 13 40 12 52 -48 ആണ് ഡിസ്ക്രിമിനന്റ് കിട്ടുക. -48 ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. പിന്നെ മൈനസ് ആയതുകൊണ്ട് എന്താ നോ റിയൽ റൂട്ടാണ്. മൈനസ് ആയതുകൊണ്ട് ഡിസ്ക്രിമിനന്റ് മൈനസ് ആയാൽ നോ റിയൽ റൂട്ടാണ്. റിവിഷൻ സീരീസ് കാണുക ഇതൊന്നും അറിയില്ലെങ്കിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 27ാമത്തെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് നോക്കിയേ, ഇത് സിമ്പിളാണ്. ഇവിടെ നോക്കിയാൽ 29 ഹോൾ ക്യൂബ് ഉണ്ട്. ഇവിടെ 29⁻11 ഉണ്ട്. സോ ഇത് തമ്മിൽ നമുക്ക് ആഡ് ഏത് ചെയ്താലോ 29. അപ്പോൾ എന്ത് കിട്ടും? തമ്മിൽ ആഡ് ചെയ്താൽ ആദ്യം നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം. എന്നിട്ട് രണ്ടിനെ a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n അല്ലേ ആണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആ കോൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 29 നമുക്ക് എന്ത് കിട്ടും? 14 എന്ന് കിട്ടും. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിലും 29 വന്നു. അപ്പോൾ ഡിവൈഡ് ബൈ 29⁻2 എന്ന് വരും. ക്ലിയർ? ഇനി വരുന്നത് 4 ഇവിടെ ഉണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിൽ 4² മാത്രം വരും. ഇനി ഡിനോമിനേറ്ററിൽ നോക്കിയേ, ഇവിടെ 4 ഇവിടെ 4. അപ്പോൾ ഇൻറ്റു 4 ക്യൂബും 4⁻11. അപ്പോൾ എത്രയാ 14 എന്ന് വരും. ഇനി എന്താ ഈ 29⁻2ഉം മേലത്തെ 2ഉം ക്യാൻസൽ ആവും. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 29⁻12 ഡിവൈഡ് ബൈ 4⁻12 ആണെന്ന് കിട്ടും. ക്ലിയർ? അതായത് എന്ന് പറയുന്നത് എന്താണ് നമുക്കിപ്പോൾ കിട്ടിയെന്ന് പറയുന്നത് 29 / 4 (12) ആണ് കിട്ടിയത്. അതെന്ന് പറയുന്നതാണ് ഈ വാല്യൂ. എത്രയാ? 4/29 (9m - +7). പക്ഷെ ഇവിടെ നോക്കിയാൽ 29/4 ആണ്, ഇവിടെ 4/29 ആണ്. അപ്പോൾ നമുക്കറിയാം അതിന് നേരെ തിരിച്ചിടണമെങ്കിൽ പവർ നെഗറ്റീവ് ആക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയാൽ 29/4 (-9m + 7) ഇട്ടാൽ നമുക്കെന്താ സെയിം ആവും. ക്ലിയർ? അപ്പോൾ ഇനി എന്താ? അപ്പോൾ ഇതും 29 / 4 (12) ആണ്. അപ്പോൾ നമുക്കറിയാം പവർ രണ്ടും സെയിം ആണ്. പവർ രണ്ടും സെയിം ആണെങ്കിൽ -9m - 7 എന്ന് പറയുന്നത് 12 ആണ്. അങ്ങനെയാണെങ്കിൽ -9m എന്ന് പറയുന്നത് എന്താണ്? 19 ആണ്. m എന്ന് പറയുന്നത് എന്താണ്? -19/9 ആണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ക്ലിയർ? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയേ, x⁻y, അതായത് x⁻y എന്ന് പറയുന്നത് എന്താണ്? 2:5 ആണ്. അടുത്ത y⁻z എന്ന് പറയുന്നത് എന്താണ്? 4:7 ആണ്. നമുക്ക് ഇവിടുന്ന് ഇതിനെ എന്താ കമ്പൈൻ ചെയ്യാം. കമ്പൈൻ ചെയ്യാനൊന്നുമില്ല, സിമ്പിളാണ്. എന്താ ഇതിൽ കോമൺ ആയിട്ടുള്ള വാല്യൂ ഏതാണ്? y-ൻ്റെ ആണ്. അപ്പോൾ y-ൻ്റെ രണ്ടും റേഷ്യോ സെയിം ആക്കണം. അപ്പോൾ നമുക്കിതാ ഇതിനെ ടോട്ടൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എന്ത് കിട്ടും? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8:10 എന്ന് കിട്ടും. 8:20 എന്ന് കിട്ടും. ഇവിടെ 20:5 കൊണ്ട് ചെയ്താൽ 35 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ 8:20:35 ഇതാണ് ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുക. ഇനി പറഞ്ഞു എന്താ? ഇഫ് 15,120 ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് XYZ, then find the amount XYZ. ഈ വാല്യൂ ആണ് ഈ മൂന്നാൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ടോട്ടൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 63 യൂണിറ്റ് ആണെന്ന് കിട്ടും. അപ്പോൾ ഈ 63 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 15,120. അപ്പോൾ എന്താ? നമുക്ക് മൂന്നാളതും കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ ഒരാളതെന്ന് പറയുന്നത് എത്രയാണ്? 15,120 ഡിവൈഡ് ബൈ 63 ചെയ്താൽ ഒരാളത് കിട്ടും. സോ ഇത് കട്ട് ചെയ്യാം. ഇതും കട്ട് ചെയ്താൽ നമുക്ക് 2 ടൈംസ് ഉണ്ട്, റിമൈനിങ് 4 ടൈംസ്
0. സോ 240 ആണ്. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 240 ആണ്. ഇവിടെ എന്താ ആദ്യത്തെ ആൾ എക്സ് എന്ന് പറയുന്നത് 8 യൂണിറ്റ് ആണ്. അപ്പോൾ 8 × 240 എന്ത് കിട്ടും? 1920. 1920 ഓപ്ഷൻ ഇതാണ്, ഓപ്ഷൻ ഡി. ബാക്കി വാല്യൂസ് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം, പക്ഷേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 28 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. സിമ്പിളാണ്, എല്ലാം ചെയ്യാം. കുറച്ച് കാൽക്കുലേറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്താ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം, അതായത് യൂണിറ്റ് ഡിജിറ്റ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ബാക്കി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, 20 × 240 ചെയ്യാം. അങ്ങനെ ചെയ്ത് നോക്കിയാൽ ബാക്കി ആൻസർ കിട്ടും. പക്ഷേ ചെയ്യാൻ പോരുത്, നമുക്ക് ഒരു വാല്യൂ കിട്ടിയാൽ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ എ ആൻഡ് എത്രയാ 9 hours, ബിക്ക് എത്രയാണ് 6 hours. സോ നമുക്ക് ഇവിടെ നോക്കിയാൽ എന്താ ഇതിൻ്റെ എൽ സി എം എടുത്താൽ 18 കിട്ടും. സോ എഫിഷ്യൻസി 2ഉം 3ഉം ടോട്ടൽ 5 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആവും? ടോട്ടൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് ടാങ്കിൽ ഫില്ല് ചെയ്യാൻ 18 കപ്പാസിറ്റി ബൈ 5 ചെയ്താൽ കംപ്ലീറ്റ് ആകും. അപ്പോൾ പറയുന്നത് എന്താണ്, ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3700 ആണ്. അപ്പോൾ ഈ 18/5 ടൈം കൊണ്ട് 5 എന്താണ് അവേഴ്സ് കൊണ്ട് 3700 ലിറ്റർ ടാങ്ക് ഫില്ലാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? 6400 ലിറ്റർ എത്ര ടൈം കൊണ്ട് ഫില്ലാവുമെന്നാണ് നമുക്കറിയേണ്ടത്. സോ നമുക്കറിയാം എന്താ 18/5 ടൈം എത്രയാണ് 3700 ലിറ്റർ ഫില്ല് ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ നോക്കിയേ, 1 ലിറ്റർ ഫില്ല് ചെയ്യാൻ എന്ത് ചെയ്യാം? നേരെ 3700 നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. 18/5 × 3700 എന്ന് കിട്ടും. നമുക്ക് വേണ്ട എന്താണ് 6400 ലിറ്റർ ആണ്. സോ ഈ 1 ലിറ്ററിന് പകരം ഇൻറ്റു 6400 ചെയ്താൽ 6400 ലിറ്റർ ആയി. അപ്പോൾ അവിടെ ഇൻറ്റു ചെയ്തുകൊണ്ട് 6400 ഇവിടെയും ചെയ്യാം. ഇനി കട്ട് ചെയ്യാം. ക്ലിയർ? കട്ട് ചെയ്ത് മാറ്റാൽ മതി. അപ്പം എന്ത് കിട്ടും? ഇത്രയാണ് കിട്ടുക. ഡിനോമിനേറ്റർ നോക്കിയാൽ 37 × 5. 37 × 5 എത്ര കിട്ടും? 5. ബാക്കി എത്ര കിട്ടും? 185. ക്ലിയർ? 185. എല്ലാത്തിൻ്റെയും 185 ആണ്. സോ 2. സോ എന്താ 8 × 4 2 ആണ് കിട്ടുക. അപ്പോൾ ഇതാണ് ആൻസർ കിട്ടുക. ക്ലിയർ? അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ? 29 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സിംപ്ലിഫൈ ദ ഫോളോയിങ്. വളരെ സിമ്പിൾ. ഇത് ചെയ്താൽ എന്ത് കിട്ടും? 0 കിട്ടുക, 0 കിട്ടും. പിന്നെന്താ 0 × 0, 0 × 6. അപ്പോൾ ഈ ടൈം ഫുള്ള് 0 ആയി. പിന്നെന്താ ഡിവൈഡ് ബൈ 12, അതും 0 ആയി. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 194 ആണ്. ക്ലിയർ? അപ്പോൾ ഇത് 30 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഷിഫ്റ്റിലെ മാത്സിൻ്റെ ക്വസ്റ്റ്യനും ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ എക്സാം ആണെങ്കിൽ എങ്ങനെയാണ്? മാത്സിൻ്റെ 30 ക്വസ്റ്റ്യൻ ഒരുമിച്ചായിരിക്കും, റീസണിങ്ങിൻ്റെ 30 ക്വസ്റ്റ്യൻ ഒരുമിച്ചായിരിക്കും, ജനറൽ അവയർനെസ്സിൻ്റെ 40 ക്വസ്റ്റ്യൻ ഒരുമിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് പോവുക. ഈ ആദ്യത്തെ ഒരു 15 മിനിറ്റ് കൊണ്ട് ജനറൽ അവയർനെസ് കംപ്ലീറ്റ് ചെയ്യാം. ബാക്കി കിട്ടുന്ന 1.25 മണിക്കൂർ കൊണ്ട് എന്താ മാത്സ് ചെയ്യുക, റീസണിങ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താ മാത്സിന് കുറച്ചധികം ടൈം കൊടുക്കേണ്ടി വരും, അത് കൊടുക്കുക, അങ്ങനെ ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഈ 2 ഷിഫ്റ്റ് നിങ്ങൾ മാക്സിമം നോക്കുക. എന്നിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. മാക്സിമം നോക്കുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. യൂണിറ്റ് പ്ലേസ് നോക്കിയിട്ട് നമുക്ക് ആൻസർ ചെയ്താൽ നിൽക്കുക. ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്യരുത്. യൂണിറ്റ് പ്ലേസ് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ നിൽക്കുക. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് മാറ്റാൻ നോക്കുക. ക്ലിയർ? അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ എന്താ ഇനി ഇതുപോലത്തെ ഷിഫ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. ഓക്കെ? അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.